പ്രൈസ് ദി Praise the ലോർഡ്. Lord. ഹല്ലേലൂയ. യേശു കർത്താവിന്റെ അത്ഭുതവും അനുഗ്രഹവും ദയയും സാമർഥ്യമുള്ള നാമത്തിൽ ഇന്നത്തെ യേശുവൽ സമൃദ്ധി എന്നുള്ള പ്രോഗ്രാമിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ കർത്താവിന്റെ വചനത്തിൽ നിന്ന് പഠിക്കുന്നതിന് മുമ്പ് ഒരു ചെറിയ അപ്ഡേറ്റ് ഞങ്ങൾ രണ്ടുപേരൂടെ തരാൻ താല്പര്യപ്പെടുന്നു ചർച്ചിന്റെ കൺസ്ട്രക്ഷനെ കുറിച്ച്. നിങ്ങൾ എല്ലാവരും പ്രാർത്ഥിച്ച് അനുഗ്രഹിച്ച സാമ്പത്തിക സഹായങ്ങൾ തന്ന് അനുഗ്രഹിച്ച് എൻകറേജ് ചെയ്ത സഭയിൽ ഇരുന്നാണ് ഞാനിപ്പോൾ ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നത്. ലാസ്റ്റ് 2 ആഴ്ച കൊണ്ട് ഇവിടെ ആരാധന തുടങ്ങിയിരിക്കുന്നു. ഇന്നലെ ഇന്ന് ഞാൻ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് ഇന്ന് ഞാൻ മൺഡേ ആണ് റെക്കോർഡ് ചെയ്യുന്നത്. ഇൻഡിപെൻഡൻസ് ഡേ 75ാമത്തെ ഇന്ത്യയുടെ ഇൻഡിപെൻഡൻസ് ഡേ ഞങ്ങൾ ഈ ചർച്ചിൽ ഞങ്ങളുടെ വിശ്വാസികളുമായി സെലിബ്രേറ്റ് ചെയ്തു. ഫ്ലാഗ് ഹോയിസ്റ്റിംഗ് ഉണ്ടായിരുന്നു. കർത്താവിന്റെ അനുഗ്രഹത്താൽ പല പല കാര്യങ്ങളും നല്ലോണം പോകുന്നു. ഒത്തിരി പണികൾ ഇനിയും ചെയ്തു തീർക്കാനുണ്ട്. അതിനോട് ഒരു ചെറിയ അപ്ഡേറ്റ് തരാൻ താല്പര്യപ്പെടുന്നു. ഞാൻ ഇരിക്കുന്നത് പുൾപിറ്റിന്റെ മുന്നിലാണ്, സ്റ്റേജിന്റെ മുന്നിലാണ്. ഈ ആഴ്ച 2 ആഴ്ച കൊണ്ട് ആരാധന സഭ ഇവിടെ നടക്കുന്നു. ആളുകൾ വന്നു പോകുന്നു. ഞങ്ങൾ ഇപ്പൊ ഇരിക്കുന്നത് ടിൻ ഷെഡിലാണ്. ഒത്തിരി ചൂട് സമയമാണ്. റെക്കോർഡിങ് കാരണം ഫാനും കാര്യങ്ങളും ഒന്നും ഓൺ ചെയ്യാനും പറ്റത്തില്ല. കാരണം ചിലപ്പോൾ അതിന്റെ സൗണ്ട് ഒക്കെ പിടിക്കുന്നുണ്ട്. പക്ഷേ പല പല കാര്യങ്ങൾ നടന്നു പോകുന്നു. ഇവിടെ ഒത്തിരി ചൂട്. 10 മണിക്ക് ആരാധന തുടങ്ങി 1 മണി വരെ ആരാധന നടക്കുന്ന സമയത്ത് ടിൻ ഷെഡ് ആയതുകൊണ്ട് ഭയങ്കര ചൂടാണ്. പക്ഷേ കുറച്ച് ഫാനുകളുണ്ട്. കുറച്ച് ഫാനുകൾ ഞങ്ങൾ ഇട്ടിട്ടില്ല. ഇപ്പോഴും വിശ്വാസികൾ ചൂടത്താണ് ഇരിക്കുന്നത്. കുറച്ച് കൂളറുകൾ മേടിക്കണമെന്ന് താല്പര്യപ്പെടുന്നു. വലിയ കൂളറുകൾ. അതിന് തന്നെ ഒരു 15,000 രൂപ ഓരോ കൂളറിന് വരും. ഒരു 4 കൂളറെങ്കിലും മിനിമം വെക്കണം. എന്നാൽ മാത്രമേ ഇവിടെ ഒരു കംഫർട്ടബിൾ ആയിട്ട് ഇരിക്കാൻ പറ്റത്തുള്ളൂ, ആരാധിക്കാൻ പറ്റത്തുള്ളൂ. കുറച്ച് ഫാനുകളുടെ ആവശ്യമുണ്ട്. മറ്റു പല വിഷയങ്ങളും ഉണ്ട്. പല ബില്ലുകൾ പേ ചെയ്യാനുണ്ട്. എൻ്റെ വിശ്വാസമാണ് കർത്താവ് ഇതുവരെ നമ്മളെല്ലാം ഉപയോഗിച്ച പോലെ ഇനി വരുന്ന ദിവസങ്ങൾ ഉപയോഗപ്പെടുത്തുമെന്ന്. നിങ്ങളോട് കർത്താവ് സംസാരിക്കുന്നുണ്ടെങ്കിൽ ഈ സമയത്ത് നോർത്ത് ഇന്ത്യയിലെ ഈ വർക്കിലേക്ക് വേണ്ടി വിതയ്ക്കാൻ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ ഈ തന്നിരിക്കുന്ന നമ്പറുകളിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യുക. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കും. ഞാൻ എപ്പോഴും പറയുന്നത് പോലെ കേരളത്തിലെ വിശ്വാസി സമൂഹത്തിന് ചെയ്യാൻ പറ്റുന്ന, നോർത്ത് ഇന്ത്യയിൽ ചെയ്യുന്ന ഒത്തിരി സേവ ചെയ്യുന്ന ആളുകളുണ്ട്. സോ പല മിനിസ്ട്രികളുമായി ചേർന്ന് നിന്ന് പാർട്ട്ണർ ചെയ്യുക. നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും കൊണ്ട് പറ്റാവുന്നത്. നമ്മുടെ ഇന്ത്യയിൽ സുവിശേഷം വന്നത് വേറെ പല രാജ്യങ്ങളിൽ നിന്നും പലരും വന്ന് കഷ്ടപ്പെട്ടു, സാമ്പത്തിക റിസോഴ്സുകൾ ചെയ്തു. അതുപോലെ ഇപ്പൊ കേരളത്തിലെ സൗത്ത് ഇന്ത്യയിലുള്ള പല വിശ്വാസി സമൂഹത്തിന് ചെയ്യാൻ പറ്റുന്നത് നോർത്ത് ഇന്ത്യയിൽ കർത്താവിന്റെ ദൈവവചനം ഇതുവരെ അറിയാത്ത പല ഗ്രാമങ്ങളിലും വില്ലേജുകളിലും എത്തട്ടെ. ഞങ്ങൾ നിൽക്കുന്ന ഫരീദാബാദ് ഒരു ടൗൺ, അതിൻ്റെ കൂടെ ഇപ്പം ഞങ്ങൾ നിൽക്കുന്ന ഒരു വില്ലേജിലാണ്. ഇവിടെ സുവിശേഷം എത്തിയിട്ടുണ്ടോ എന്ന് അറിയത്തില്ല. കാരണം ഞങ്ങൾ വന്ന് നിൽക്കുന്ന പലർക്കും അത് എക്സ്പീരിയൻസ് തന്നെ പുതിയതാണ്. അപ്പൊ ഈ അടുത്തുള്ള പലരും വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇപ്പൊ അല്ലേ ഒരു 10-15 ഇവിടെ ഞങ്ങൾ നിൽക്കുന്ന വില്ലേജ് എന്ന് പറയുന്നത് ഇവര് എരുമയെ കറന്ന് ജീവിക്കുന്ന അങ്ങനെയുള്ള ഗ്രൂപ്പാണ്. സോ വളരെ റോ ആയിട്ടുള്ള മനുഷ്യർ. യേശുവിനെ എന്തെന്ന് അറിയത്തില്ല, കർത്താവിനെ അറിയത്തില്ല, ദൈവത്തിനെ തന്നെ അവർക്ക് ആഗ്രഹങ്ങളോ ആവശ്യങ്ങളോ ഒന്നുമില്ല. സോ അങ്ങനെയുള്ള ഒരു ഗ്രൂപ്പിനോടാണ് ഇപ്പൊ നമ്മൾ സുവിശേഷം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സോ അതിനുവേണ്ടി പ്രാർത്ഥിക്കുക. ഞങ്ങൾക്ക് കർത്താവ് പ്രൊട്ടക്ഷൻ തരട്ടെ. ഞങ്ങളുടെ കൂടെ നിൽക്കുന്ന കൂട്ടുവേലക്കാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ടീമിന് വേണ്ടി പ്രാർത്ഥിക്കുക. ഒത്തിരി കോർഡിനേഷൻ ചെയ്യാനുണ്ട്. സ്റ്റേജ് എല്ലാം ടെമ്പററി സെറ്റ് ചെയ്യുന്നത് തന്നെ ഞങ്ങൾ ശനിയാഴ്ച രാത്രിയിലാണ് 4 മണിയാകുമ്പോൾ, ശനിയാഴ്ച വൈകുന്നേരം 4 മണി തുടങ്ങി 11 മണി പോയാണ് പല കാര്യങ്ങളും സെറ്റ് ചെയ്യുന്നത്. സ്റ്റേജ് എല്ലാം ആദ്യം മുതൽ സെറ്റ് ചെയ്യണം. പിന്നെ സർവീസ് കഴിഞ്ഞ് എല്ലാം രണ്ടാമതെല്ലാം ഇറക്കണം. വൈകുന്നേരം എന്ന് വെച്ചാൽ ഫുൾ ഒരു സൺഡേ വിശ്വാസികൾ ഞങ്ങളുടെ കൂടെ ഉണ്ട്. അപ്പോൾ ഞങ്ങളുടെ ടീമിന് വേണ്ടി പ്രാർത്ഥിക്കണം. വളരെ കൂടെ നിൽക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഈ ഒരു അപ്ഡേറ്റ് ഞാൻ തരാമെന്ന് വിചാരിച്ചു. ജീസസ് കിച്ചന് വേണ്ടി ഇതുവരെ തന്നിരിക്കുന്ന എല്ലാ സാമ്പത്തിക സഹായങ്ങൾക്കും നന്ദി. ഇതുവരെ ചർച്ചിന്റെ കൺസ്ട്രക്ഷൻ വർക്കിന് വേണ്ടി തന്നിരിക്കുന്ന എല്ലാ സപ്പോർട്ടുകൾക്കും നന്ദി. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നിങ്ങൾ ഇതിലോട്ട് വിതയ്ക്കുന്ന സമയത്ത് നിങ്ങളുടെ ഇതുവരെ നടക്കാത്ത ആവശ്യങ്ങൾ കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഞാൻ കഴിഞ്ഞ സമയങ്ങളിലും പറഞ്ഞ പോലെ വീടില്ലാത്തവരാണോ നിങ്ങൾ? വീടില്ലാത്തവരോട് ഞാൻ സ്പെസിഫിക്കലി പറയുന്നു, കർത്താവിന്റെ ഈ ഭവനത്തിന്റെ നിർമ്മാണത്തിന് വേണ്ടി വിതയ്ക്കുക. കർത്താവ് നിങ്ങൾക്ക് വീട് തരും. കാരണം അത് കർത്താവിനോട് പറഞ്ഞ ഒരു വാചകമാണ്. ഈ അടുത്ത ദിവസം ഒരു കർത്താവിന്റെ ദാസൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമായിരുന്നു. അപ്പൊ അദ്ദേഹം പറഞ്ഞു, പാസ്റ്റർ ഹരീഷേ, അങ്ങ് പ്രാർത്ഥിക്കുമ്പോൾ വീടില്ലാത്തവർക്ക് വീട് കിട്ടാൻ പോകുന്നു. കാരണം അങ്ങനെ ഒരു അനോയിന്റിങ് അങ്ങയുടെ മേളിലോട്ട് വരുന്നു. ഞാൻ പറഞ്ഞത് അത് കർത്താവിനോട് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. സോ അതിനുവേണ്ടി കർത്താവ് നമ്മളെ ഇൻസ്ട്രുമെന്റലായിട്ട് ഉപയോഗപ്പെടുത്തുകൊണ്ടിരിക്കുകയാണ് ഈ സമയത്ത്. സോ ഞങ്ങൾ രണ്ടുപേരും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ താല്പര്യപ്പെടുന്നു. ഇതുവരെ ചെയ്ത എല്ലാ സാമ്പത്തിക സഹായങ്ങൾക്കും പ്രാർത്ഥനാ സഹായങ്ങൾക്കും എനിക്കറിയാം ഒത്തിരി പേര് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടെന്ന്. സോ കേരളത്തിൽ കൊറോണ കൂടുന്നു. പക്ഷേ ഈ സമയത്ത് ഇവിടെ നോർത്ത് ഇന്ത്യയിൽ അത്ര പ്രശ്നങ്ങളില്ല ഈ സമയത്ത്. സോ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ സമയത്ത് നമുക്ക് ഒരുമിച്ചൊന്ന് പ്രാർത്ഥിക്കാം. കൈകളെ പിടിക്കാൻ നിങ്ങളുടെ കൂടെ ഇരിക്കുന്ന ആളുകൾക്ക്, ഫാമിലി എല്ലാവരുടെയും കൈകളൊന്ന് പിടിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ കർത്താവും തമ്പുരാനും ദൈവമായ യേശുവേ,
ഈ സമയത്ത് കേരളത്തിലെ മലയാളി വിശ്വാസ സമൂഹത്തിനെ ഞാൻ യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അപ്പം ഇതുവരെ അവർ വിതച്ചതിനായി നോർത്ത് ഇന്ത്യയിലെ ഈ ഫരീദാബാദിലെ ഹരിയാനയിലെ യേശു കർത്താവിൻ്റെ സുവിശേഷത്തിനെ മുന്നോട്ട് കൊണ്ടുപോകാനായി ഞങ്ങളുടെ കൂടെ നിന്നതിനായി നന്ദി അപ്പ. എല്ലാ കുടുംബങ്ങൾ അത് 1 രൂപ വിതച്ചവരാണോ അതിലും വലിയ വലിയ എമൗണ്ടുകൾ വിതച്ച് അവരെ എല്ലാവരെയും ഞാൻ യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. അപ്പം വീടില്ലാത്തവർക്ക് അങ്ങ് വീട് കൊടുക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങയുടെ അത്ഭുതവും അനുഗ്രഹവും ദൈവ സാമർത്ഥ്യം നിറഞ്ഞ നാമത്തിൽ കർത്താവെ നന്ദി. ഈ ദേശത്തിലെ ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആത്മാക്കൾ വിശ്വാസത്തിലേക്ക് വരുമ്പോൾ അവർ കർത്താവിൽ രക്ഷ അറിയുമ്പോൾ കർത്താവെ ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തെയും ഓർമ്മിപ്പിക്കണമേ കർത്താവ്. ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തെയും ഓർക്കണേ കർത്താവ്. ഞങ്ങൾ ചെയ്യുന്ന എല്ലാം അങ്ങയുടെ പ്രീതിക്ക് അങ്ങയുടെ നാമത്തിൻ്റെ മഹിമയ്ക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തണമേ അപ്പം. നന്ദി ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനായി. ഈ സമയത്ത് കേരളത്തിലെ എല്ലാ വിശ്വാസികൾക്കും എല്ലാ ജനങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്ന അപ്പം. കൊറോണയുടെ കേസുകൾ കൂടിക്കൊണ്ടിരിക്കുന്നു അപ്പം. ഞാൻ പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ വളരെ പെട്ടെന്ന് ഇത് നിൽക്കട്ടെ അപ്പം. രണ്ടാമത് സഭകളിൽ വലിയ ആരാധനകൾ തുടങ്ങട്ടെ. വിശ്വാസി സമൂഹത്തിൻ്റെ അനുഗ്രഹങ്ങൾ കൂടി വരട്ടെ അപ്പം. ഇതുവരെ പുലർത്തിയതിന് ഞങ്ങളെ നടത്തിയതിന് നന്ദി യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ ആമേൻ. ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സമയത്ത് എനിക്കൊരു വേഴ്സാണ് ഓർമ്മ വന്നത്. നെഹമായ എല്ലാം ചെയ്തതിന് ശേഷം നെഹമായ ലാസ്റ്റിലൊരു പ്രാർത്ഥനയുണ്ട്. എന്നോട് പറഞ്ഞേ, ലോർഡ് റിമെമ്പർ മീ. ഞാനും അത് തന്നെ പറയുന്നു. നമ്മളിതെല്ലാം ചെയ്യുന്ന സമയത്ത് നമുക്ക് അതേ കർത്താവിനോട് പറയാൻ പറ്റത്തുള്ളൂ, കർത്താവ് ഞങ്ങളെ ഓർക്കണമേ. കർത്താവ് നമ്മളെ ഓർക്കും. കർത്താവ് ഒരിക്കലും മറക്കത്തില്ല. കാരണം കർത്താവ് പറഞ്ഞിരിക്കുന്നത്, ഞാൻ വിശ്വസ്ത യോഗ്യൻ, ഞാൻ ആരുടെയും കടക്കാരനല്ല. സോ നമ്മളെല്ലാം ചെയ്യുന്ന കാര്യങ്ങൾക്കും കർത്താവ് നമ്മളെ പല രീതിയിൽ അനുഗ്രഹിക്കും. ഇതുവരെ ചെയ്ത എല്ലാ പ്രാർത്ഥനാ വിഷയങ്ങൾക്ക് സാമ്പത്തിക സഹായിക്കും നന്ദി. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഒത്തിരി മഹിമയോടെ യൂസ് ചെയ്യട്ടെ. പ്രൈസ് ദി ലോർഡ്. ബൈ. परमेश्वर मेरा परमेश्वर, मेरा परमेश्वर, मेरा परमेश्वर. Praise the Lord. ഹല്ലേലൂയ. യേശു കർത്താവിന്റെ അത്ഭുതവും അനുഗ്രഹവും ദൈവ സാമർത്ഥ്യമുള്ള നാമത്തില് നിങ്ങൾക്ക് എല്ലാവർക്കും സ്നേഹവന്ദനം. യേശുവിൽ സമൃദ്ധി എന്നുള്ള പ്രോഗ്രാമിലേക്ക് ഇന്ന് നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിനും സ്വാഗതം. यीशु मसीह के प्रेम भरे नाम से, उसके दया भरे नाम से और उसके अनुग्रह भरे नाम से मैं आज यीशु में समृद्धि के एपिसोड में आप सबका स्वागत करना चाहता हूँ. എന്റെ പേര് ഹരീഷ്, ഇത് രതി. ഞങ്ങൾ രണ്ടുപേരും കൂടെ ഡൽഹിക്ക് അടുത്തുള്ള ഫരീദാബാദിൽ യേശു കർത്താവിന്റെ സുവിശേഷ വേല പാസ്റ്റർമാരുടെ രൂപത്തിൽ ചെയ്യുന്നു. ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, ഞങ്ങളുടെ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക, ഞങ്ങളുടെ ചർച്ചിന് വേണ്ടി പ്രാർത്ഥിക്കുക. और इनका नाम हरीश है और मेरा नाम रति है. हम दोनों मिलके एक पासवान के रूप में फरीदाबाद में सेवकाई करते हैं. तो हमारे लिए, हमारे परिवार के लिए सेवकाई के लिए प्रार्थना कीजिएगा. നിങ്ങൾക്കറിയാമല്ലോ, എല്ലാ ബുധനാഴ്ചകളിലും രാവിലെ 8:30 ഹാർവെസ്റ്റിൽ കൂടെ, എല്ലാ വ്യാഴാഴ്ചയും രാവിലെ 7:30 ഹാർവെസ്റ്റിൽ കൂടെ യേശു കർത്താവിന്റെ സുവിശേഷം ഈ ചാനൽ കൂടെ ഞങ്ങളുടെ ചർച്ചിൽ നിന്ന് പ്രക്ഷേപണം ചെയ്യുന്നതായിരിക്കും. और जैसे आप जानते हैं कि हर बुधवार को सुबह 8:30 बजे और हर बृहस्पतिवार को सुबह 7:30 बजे हार्वेस्ट टीवी के द्वारा यीशु में समृद्धि के एपिसोड्स टेलीकास्ट होते हैं. നിങ്ങൾക്കറിയാമല്ലോ, നമ്മൾ അനുഗ്രഹങ്ങളും ശാപങ്ങളും ജനറേഷണൽ കഴ്സസ് അങ്ങനെയുള്ള ഒരു വിഷയത്തിനെ കുറിച്ചാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഏതെങ്കിലും എപ്പിസോഡുകൾ നിങ്ങൾ മിസ്സായിട്ടുണ്ടെങ്കിൽ എനിക്ക് ഫോൺ ചെയ്യുക. ഞാൻ വാട്സപ്പിൽ നിങ്ങൾ മിസ്സായിട്ടുള്ള മറ്റു പല എപ്പിസോഡുകളുടെ ലിങ്ക് നിങ്ങൾക്ക് അയച്ചു തരുന്നതായിരിക്കും. സോ നിങ്ങൾക്ക് അതിരുന്ന് യൂട്യൂബിൽ കൂടെ കാണാം, മനസ്സിലാക്കാം, പഠിക്കാം. और जैसे कुछ एपिसोड से हम आशीष और श्राप, ब्लेसिंग और कर्स के बारे में सीख रहे हैं. अगर आपने कोई भी एपिसोड मिस किया हो तो आप मुझे कॉल कर सकते हैं, व्हाट्सएप कर सकते हैं और मैं उन एपिसोड्स का लिंक, जो यूट्यूब लिंक है, आपको भेजूंगा और यूट्यूब के द्वारा आप उस एपिसोड्स को सुन सकते हैं. ഡിട്രോണമി ആവർത്തന പുസ്തകം 11:26. ആവർത്തന പുസ്തകം 11:26. ഇതാ ഞാൻ ഇന്ന് അനുഗ്രഹവും ശാപവും നിങ്ങളുടെ മുമ്പിൽ വെക്കുന്നു. व्यवस्था विवरण 11:26. सुनो, मैं आज के दिन तुम्हारे आगे आशीष और श्राप दोनों रख देता हूँ. കഴിഞ്ഞ എപ്പിസോഡില് നമ്മളെ കർത്താവിന്റെ, ഞാൻ പറഞ്ഞു ഈ ഡിട്രോണമി അല്ലാതെ ആവർത്തന പുസ്തകം 28 എന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ടതും എന്നാൽ എനിക്ക് ഏറ്റവും ഭയമുളവാക്കുന്നതുമായ എന്റെ അധ്യായങ്ങളിൽ ഒന്നാണ് എന്ന് ഞാൻ പറഞ്ഞിരുന്നു. और जैसे पिछले एपिसोड जब आपने सुना तो उसमें मैंने एक चीज बोला, जो व्यवस्था विवरण 28 जो है मेरा सबसे फेवरेट एक सब्जेक्ट है जो मैं पढ़ना चाहता हूँ बार बार, और मुझे भयभीत करने वाले आयत भी उसी में पाए जाते हैं. അനുഗ്രഹങ്ങളാണ്. ആദ്യത്തെ ആവർത്തന പുസ്തകം 28:1 മുതൽ 14 വരെ കർത്താവ് തരാൻ പറ്റിയ എല്ലാ
ബെസ്റ്റ് അനുഗ്രഹങ്ങളും അവിടെ കർത്താവ് എഴുതി വെച്ചിട്ടുണ്ട്. और जब हमने व्यवस्था विवरण 28 का 1 से लेकर 14 तक पढ़ा तो उसमें जो परमेश्वर के बेस्ट आशीषों के बारे में लिखा है वो बेस्ट आशीष हम भी परमेश्वर से ले सकते हैं. നിങ്ങളും ബൈബിൾ തുറന്നുകൊണ്ടിരിക്കുക, ബൈബിൾ തുറന്ന് വായിക്കുക. എല്ലാം വായിക്കാൻ എനിക്ക് പറ്റത്തില്ല, പക്ഷെ ചിലത് ഞാൻ വായിക്കാൻ താല്പര്യപ്പെടുന്നു. 28:20 എഴുതിയേക്കുന്നു, എന്നെ ഉപേക്ഷിച്ച് ചെയ്ത ദുഷ്പ്രവൃത്തികൾ നിമിത്തം നീ വേഗത്തിൽ മുടിഞ്ഞു പോകും വരെ നിന്റെ കൈ തൊടുന്ന എല്ലാറ്റിലും യഹോവ ശാപവും പരിഭ്രമവും പ്രാക്കുമായിരിക്കും. എന്ന് വെച്ചാൽ കർത്താവ് നമ്മളെപ്പോട് പറഞ്ഞു നമ്മളെ അനുഗ്രഹിക്കും കർത്താവിന്റെ വചനം കേട്ട് നടന്നാല്. പക്ഷെ ഇവിടെ പറയുന്നു നമ്മൾ കൈ തൊടുന്ന എല്ലാം, ബിസിനസ് ആണോ, മിനിസ്ട്രി ആണോ, ജോലിയാണോ, കല്യാണമാണോ, വീട് പണിയാണോ, ഓട്ടോടീരാണോ, മീൻവിക്കലാണോ, എന്ത് ചെയ്യാൻ പോന്നേലും എല്ലാം മുടിച്ചു കളയുമെന്നാണ് കർത്താവ് പറഞ്ഞിരിക്കുന്നത്. യേശുവിന്റെ കൂടെ നടന്നില്ലെന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള ശാപം വരാൻ ചാൻസ് ഉണ്ട്. और व्यवस्था विवरण 28 के 20 मैं पढ़ूंगा और कुछ श्रापों के बारे में आज मैं बताऊंगा क्योंकि समय हमारे पास बहुत कम होता है, इसलिए कुछ श्राप मैं पढ़ूंगा. आप अपने बाइबल के साथ बैठिएगा. व्यवस्था विवरण 28 का 20, फिर जिस काम में तू हाथ लगाए उसमें यहोवा तब तक तुझको श्राप देता और भयातुर करता और धमकी देता रहेगा जब तक तू मिट ना जाए और शीघ्र नष्ट ना हो जाए. यह इस कारण होगा कि तू यहोवा को त्याग कर दुष्ट काम करेगा. जब हम परमेश्वर के वचन के अगेंस्ट चलेंगे तो परमेश्वर ने कहा है कि तेरा बिजनेस, तेरा व्यवसाय, तेरा जॉब, तू मछली बेचने जा रहा है, तू ऑटो चला रहा है, तू कोई भी कार्य करेगा तो मैं उसमें तेरे लिए श्राप को लेके आऊंगा, मैं तुझे नष्ट करूंगा क्योंकि तू मेरे वचनों के अगेंस्ट चलता है. 21, നീ കൈവശമാക്കുവാൻ ചെല്ലുന്ന ദേശത്ത് നിന്നെ മുടിപ്പിച്ച് കളയും വരെ യഹോവ നിനക്ക് മഹാമാരി പിടിപ്പിക്കും. ചിലര് ഗൾഫിൽ പോവും, കാനഡയിൽ പോവും, അമേരിക്കയിൽ പോവും, എങ്ങനെ രക്ഷപ്പെടുന്നില്ല. ഏത് ദേശത്ത് ചെന്നാലും കർത്താവിന്റെ കൂടെ അല്ലയോ. ശാപങ്ങള്, പ്രശ്നങ്ങള്, അസുഖങ്ങള്, സാമ്പത്തിക പ്രശ്നങ്ങൾ നിങ്ങളുടെ പുറകെ നിങ്ങളെ നടത്തിക്കൊണ്ടിരിക്കും. और 21 में ऐसे लिखा है, और यहोवा ऐसे करेगा कि मरी तुझ में फैल कर उस समय तक लगी रहेगी जब तक जिस भूमि के अधिकारी होने के लिए तू जा रहा है उस पर से तेरा अंत न हो जाए. आप दुबई में जा रहे हो, आप कनाडा में जा रहे हो, आप केरला में रह रहे हो, जब तक परमेश्वर आपको उस भूमि में नष्ट ना कर देगा, क्योंकि आप परमेश्वर के वचन के अगेंस्ट, परमेश्वर को छोड़ के, उसको त्याग के आप किसी और चीज के पीछे जा रहे हो, उसके वचनों के अगेंस्ट आप चल रहे हो, तो परमेश्वर कहता है कि तू कहीं भी जाके सेटल होने की कोशिश कर ले, उस भूमि में मैं तुझे नष्ट करूंगा, तुझे कभी भी सेटल होने को नहीं दूंगा. 27 എഴുതിയിട്ടുണ്ട്, യഹോവ നിന്നെ മിസ്രൈമിലെ പരുക്കൽ, മൂലവ്യാധി, ചൊറിച്ചിറങ്ങ് എന്നിവയാൽ ബാധിക്കും, അവ സൗഖ്യമാകില്ല. എന്ന് വെച്ചാൽ അസുഖങ്ങൾ തരും. व्यवस्था विवरण 28 का 27 हम पढ़ेंगे. यहोवा तुझको मिस्र के से फोड़े और बवासीर और दाद और खुजली से ऐसा पीड़ित करेगा कि तू चंगा न हो सकेगा. इसका मतलब परमेश्वर ऐसी बीमारियों को लेके आएगा कि आप चंगे नहीं हो सकेंगे. 28, ഭ്രാന്തും അന്ധതയും ചിത്തഭ്രമവും കൊണ്ട് യഹോവ നിന്നെ ബാധിക്കും. കൺഫ്യൂഷൻ, ചിലർ പഠിക്കുന്നത് പലത്, ജോലി ചെയ്യുന്നത് മറ്റേന്ന് വെച്ചാൽ അവരുടെ ലൈഫിൽ കൺഫ്യൂഷൻ നിങ്ങളെ പുറകെ നടക്കും. और 28 में ऐसे लिखा है, यहोवा तुझे पागल और अंधा कर देगा और तेरे मन को अत्यंत घबरा देगा. इसका मतलब परमेश्वर कंफ्यूजन्स लेके आएगा. कई बार हम देखते हैं कि पढ़ने कुछ गया और कर कुछ रहा है. इसका मतलब कंफ्यूजन आपके जीवन में है. നീ ഒരു സ്ത്രീയെ വിവാഹത്തിന് നിയമിക്കും, മറ്റൊരുത്തൻ അവനെ പരിഗ്രഹിക്കും. നീ ഒരു വീട് പണിയും എങ്കിലും അത് പ്രാർത്ഥിക്കത്തില്ല. നിന്റെ എൻഗേജ്മെന്റ് ഉണ്ടാവും, വിവാഹം ഉറപ്പിക്കും, പക്ഷെ കല്യാണം നടക്കത്തില്ല. വീട് പണിയും എന്ന് വെച്ചാൽ കഷ്ടപ്പെട്ട് വീട് പണിയും, ഒരിക്കലും അതിൽ താമസിക്കാൻ പറ്റത്തില്ല. നീ ഒരു മുന്തിരിത്തോട്ടം നട്ടുണ്ടാക്കും, ഫലം അനുഭവിക്കും. എന്ന് വെച്ചാൽ നിങ്ങൾ കഷ്ടപ്പെടും, ഫലം വേറെ ആരെങ്കിലും കൊണ്ടുപോകും. നിങ്ങൾ എല്ലാ ഹാർഡ് വർക്കും ചെയ്യും, പക്ഷെ സാലറി, ബ്ലെസ്സിങ് നിങ്ങൾക്ക് നിങ്ങളുടെ കുടുംബത്തിന് കിട്ടത്തില്ല. 30 में ऐसा लिखा है, तू स्त्री से विवाह की बात लगाएगा परंतु दूसरा पुरुष उसको भ्रष्ट कर देगा. मतलब आपने स्त्री विवाह करने का निर्णय, एंगेजमेंट तो कर लिया परंतु आपकी शादी नहीं हो पाई क्योंकि उसकी शादी किसी और से हो गई. और आगे लिखा है, घर तू बनाएगा परंतु उसमें बसने न पाएगा. दाग की बारी तू लगाएगा परंतु उसके फल खाने न पाएगा. आप दाग की बारी तो लगा लेंगे पर उसका फल आप नहीं खा पाएंगे. आपका कोई और, कोई रिलेटिव, कोई फ्रेंड्स, वो उसका फल वो खा लेगा. 42 എഴുതിയിട്ടുണ്ട്, നിന്റെ വൃക്ഷങ്ങളും നിന്റെ ഭൂമിയുടെ ഫലവും എല്ലാം പുഴു തിന്നുകളയും. എനിക്ക് ഒന്ന് പഠിച്ചേ, പിന്നെ നമുക്ക് പറഞ്ഞു. और 42 में ऐसे लिखा है, तेरे सब वृक्ष और तेरी भूमि की उपज टिड्डियां खा जाएंगी. എന്ന് വെച്ചാൽ എല്ലാം നശിപ്പിക്കും. എനിക്കൊരു 6 മാസം മുമ്പ് ഒരാൾ കേരളത്തിൽ നിന്ന് വിളിച്ചു പറഞ്ഞു, പാസ്റ്ററെ ഞാൻ ഈ മരത്തിന്റെ ബിസിനസ് ചെയ്യുന്ന ആളാ,
ഞാൻ എൻ്റെ കൂടെ മരത്തിന്റെ ബിസിനസ് ചെയ്യുന്നവർക്കെല്ലാം അനുഗ്രഹം, പക്ഷെ ഞാൻ പിടിക്കുന്ന ലേലത്തിന് പിടിക്കുന്ന മരമെല്ലാം അകത്ത് പൊള്ള എന്ന് വെച്ചാൽ അകത്തൊന്നുമില്ല. ഇതെന്താ ഇങ്ങനെ, ഞാൻ നശിച്ച് നാറാണക്കല്ലോ ഒരുക്കുക. അത് പറഞ്ഞപ്പോഴേ എനിക്ക് ക്ലിക്കായി. ഇങ്ങനെയുള്ളൊരു ശാപം അതിനകത്ത് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പൊ പല പല ശാപങ്ങളുടെ അടിയിൽ എന്തുകൊണ്ട് നമ്മുടെ പൂർവ്വപിതാക്കന്മാരെ അവരുടെ കാര്യങ്ങൾ അവർ ചെയ്ത പ്രശ്നങ്ങൾ കൊണ്ടായിരിക്കാം, യേശുവിനെ അറിയാത്തത് കൊണ്ടാണ്, അങ്ങനെയും കൂടെ ഉണ്ട്. പല പല കാര്യങ്ങൾ അതിനകത്ത് ഇൻവോൾവ് ആണ്. അപ്പൊ ശാപങ്ങൾ പലതും വന്ന് നമ്മളെ ഓവർടേക്ക് ചെയ്യും. और कुछ 6 महीने पहले मेरे पास एक भाई का फोन आया. उसने बोला, पासवान मेरे लिए प्रार्थना कीजिएगा क्योंकि मैं एक व्यवसाय में हूँ, मेरा लकड़ी का बिजनेस है और मैं जो भी लकड़ी खरीदता हूँ और मेरे साथी जो होते हैं हम सब मिलके जाके लकड़ी खरीदते हैं, परंतु मेरे लकड़ी अंदर से खोखले निकलते हैं और उनकी लकड़ियां अच्छे होते हैं. ऐसा क्यों मेरे साथ? जैसे उन्होंने मेरे को ये प्रार्थना विषय बताया, मेरे को समझ आ गया कि ये तो श्राप है. और मैंने उनको बताया कि ये श्राप है. कई बार हमारे ऊपर श्राप आ जाता है क्योंकि हमारे गलतियों के कारण हम परमेश्वर के पीछे नहीं चलते, या हमारे पीढ़ियों ने हमारे पुरखाओं ने परमेश्वर के अगेंस्ट कार्य किया जिसका श्राप हमारे जीवन में आता है. तो हमें ये समझना जरूरी है कि श्राप क्या होता है और ये श्राप हमारे जीवन में आ सकता है. 45 നിന്റെ ദൈവമായ യഹോവയുടെ വാക്ക് കേട്ട് അവൻ നിന്നോട് കൽപ്പിച്ചിട്ടുള്ള കൽപ്പനകളും ചട്ടങ്ങളും പ്രമാണിച്ചു നടക്കാതെ കൊണ്ട് ഈ ശാപമൊക്കെയും നിന്റെ മേൽ വരികയും നീ നശിക്കും വരെ നിന്നെ പിന്തുടരുകയും ചെയ്യും. അവ ഒരടയാളവും അത്ഭുതമായി നിന്നോടും നിന്റെ സന്തതിയോടും എന്നേക്കും പറ്റിക്കൊണ്ടിരിക്കും. എന്ന് വെച്ചാല് ഈ പറഞ്ഞിരിക്കുന്ന ശാപങ്ങൾ ഞാൻ 4 വായിച്ചുള്ളൂ. ഇപ്പൊ തന്നെ നിങ്ങൾ മൂത്രം ഒഴിച്ച് കാണും പേടിച്ച്. ഞാനിത് വായിച്ചാണ് ശരിയായത്. കാരണം എനിക്ക് മനസ്സിലായി ഞാൻ യഹോവയുടെ നേരെ നടന്നില്ലെന്നെങ്കിൽ എൻ്റെ ലൈഫ്, എൻ്റെ കുടുംബം നശിച്ചു പോകും. ഈ 45 പറഞ്ഞിരിക്കുന്ന എല്ലാ ശാപവും നിങ്ങളുടെ മേളിൽ വരുമെന്നും, അതുപോലെ 47 പറഞ്ഞിരിക്കുന്നത് നിന്നോടും നിന്റെ സന്തതിയോടും നിന്റെ കുഞ്ഞുങ്ങളോടും വരുന്ന ജനറേഷൻ്റെയും കൂടെ ഇരിക്കും. നിങ്ങളുടെ മാത്രമല്ല, വരുന്ന ജനറേഷൻ വരെ നശിച്ചു പോകും. കർത്താവ് യേശുവിനോട് കൂടെ അദ്ദേഹം പറയുന്ന കേട്ട് ചെയ്തിരുന്നില്ലെന്നുണ്ടെങ്കിൽ. और 45 में ऐसा लिखा है, तू जो अपने परमेश्वर यहोवा की दी हुई आज्ञाओं और विधियों के मानने को उसकी न सुनेगा, इस कारण ये सब श्राप तुझ पे आ पड़ेंगे और तेरे पीछे पड़े रहेंगे और तुझको पकड़ेंगे और अंत में तू नष्ट हो जाएगा और वह तुझ पर और तेरे वंश पर सदा के लिए बने रहकर चिन्ह और चमत्कार ठहरेंगे. वचन में ऐसे लिखा है कि जब हम परमेश्वर के आज्ञा और उसके विधियों के अगेंस्ट उसको त्याग कर हम जब चलेंगे तो ये सारे श्राप हमारे जीवन में आएंगे. मैंने सिर्फ 4 ही श्राप आपको पढ़ के सुनाया और अभी तक आप डर के बैठे होंगे कि अरे ये भी हो सकता है मेरे जीवन में. और अगर बाकी श्राप भी आप पढ़िएगा, और आगे लिखा है कि सिर्फ तुझ पे नहीं परंतु तेरे वंश पे भी, मतलब आप जो गलत करेंगे आपके वंश आने वाली पीढ़ियों तक भी वो श्राप एक्टिवेटेड रहेंगे. 47 ഞാനൊന്ന് വായിച്ച് മനസ്സിലാക്കി തരാം. ഇന്നത്തെ ഇപ്പോഴും ശാപങ്ങളും അനുഗ്രഹങ്ങളുള്ള ഞാൻ 3-4 എപ്പിസോഡുകളിൽ കൂടെ പഠിപ്പിക്കുന്നു. ഞാൻ ഡീറ്റെയിൽ ആയിട്ട് എന്താ പറയുന്നതെന്ന് വെച്ചാൽ പലർക്കും ഇത് അറിയത്തില്ല, പലരും ഈ ശാപങ്ങളുടെ അടിയിലാണ്. അതുകൊണ്ടാണ് ഞാനിത് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങളെ ഇന്ന് പറഞ്ഞ് മനസ്സിലാക്കാൻ നോക്കുന്നത്. और 45 एक बार हम पढ़ेंगे और मैं आपको क्यों सिखा रहा हूँ आशीष और श्राप के बारे में, ब्लेसिंग और कर्सेस, क्योंकि बहुत लोगों को पता नहीं है आशीष और श्राप के बारे में, और आप श्राप में हैं और आपको ये भी नहीं पता कि अभी भी आप श्राप में हैं. इसीलिए मैं आपको सिखा रहा हूँ ताकि आप उन श्रापों में से मुक्त हो सके. 47 സകല വസ്തുക്കളുടെ സമൃദ്ധി ഹേതുവായിട്ട് നിന്റെ ദൈവമായ യഹോവയെ നീ ഉന്മേഷത്തോടും നല്ല ഹൃദയ സന്തോഷത്തോടെയും കൂടെ സേവിക്കായ കൊണ്ട് യഹോവ നിന്റെ നേരെ അയക്കുന്ന ശത്രുക്കളെ പഠിച്ചുകൊണ്ട് വന്നാൽ 47 പറഞ്ഞിരിക്കുന്ന നീ കർത്താവായ യേശുവിനെ സന്തോഷമില്ലാതെ, ഗ്ലാഡ്നെസ് ഇല്ലാതെ കർത്താവിനെ സേവിക്കുന്ന ചർച്ചിൽ പോകുന്ന ആളുകളാണോ? ഞരങ്ങിയും മൂളിയും ഒരു സന്തോഷമില്ലാതാണോ ആരാധിക്കുന്നത്? അതോ ഒരു മുറുമുറുപ്പോടെ മറുതലവോടാണോ ആരാധിക്കുന്നത്? അന്നേരം ശാപങ്ങളെ വിളിച്ചോണ്ട് വരും. ഒരു പാസ്റ്ററാണോ, എന്ത് ജോലിയാണ് നിങ്ങൾ കർത്താവിന് വേണ്ടി ചെയ്യുന്ന, വളരെ സന്തോഷത്തോടെ അദ്ദേഹത്തിന്റെ കയ്യിൽ കീഴ്പ്പെട്ടിരുന്ന് ചെയ്യുക. സന്തോഷത്തോടെ ചെയ്തില്ലെന്നുണ്ടെങ്കിൽ പല ശാപങ്ങളും പ്രശ്നങ്ങളും നിങ്ങളുടെ ലൈഫിൽ വരാൻ ചാൻസ് ഉണ്ട്. और 45 में ऐसे लिखा है, तू जो सब पदार्थ की बहुतायत होने पर भी आनंद और प्रसन्नता के साथ अपने परमेश्वर यहोवा की सेवा नहीं करेगा, इस कारण ये सब श्राप पड़ेंगे. मतलब हमारे पास सब कुछ होने के बावजूद भी हम कलीसिया में जाके सेवा खुशी के साथ नहीं करते हैं. आप पासवान हो सकते हैं, आप एक आम विश्वासी हो सकते हैं, और आप जब कलीसिया में जाते हैं आप खुशी के साथ, हर्ष के साथ जाके सेवा नहीं करते, आप आराधना नहीं करते, तो परमेश्वर का वचन कहता है क्योंकि तू हर्ष के साथ, खुशी के साथ, प्रसन्नता के साथ जाके सेवा नहीं करता, इस वजह से भी तेरे ऊपर श्राप आएगा. 61
61. ഈ ന്യായപ്രമാണ പുസ്തകത്തിൽ എഴുതിയിട്ടില്ലാത്ത സകല രോഗവും ബാധയും കൂടെ നീ നശിക്കും വരെ യഹോവ നിന്റെ മേലെ വരുത്തിക്കൊണ്ടിരിക്കും. എന്ന് വെച്ചാൽ ബൈബിള് പറയാത്ത അസുഖങ്ങള്, പുതിയ അസുഖങ്ങള്, ഇപ്പൊ കൊറോണ, ആ വൈറസ്, ഈ വൈറസ്, പല 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 അസുഖങ്ങളും ബാധയും, എന്ന് വെച്ചാൽ ഉള്ള ഭൂതപ്രേത ബാധകളൊക്കെ നിന്റെ ശരീരത്തിൽ വരാൻ ചാൻസ് ഉണ്ട്. നീ യേശുവിനെ അനുഗ്രഹിച്ച് യേശുവിന്റെ കൂടെ നടന്നില്ലെന്നുണ്ടെങ്കിൽ, യേശു കർത്താവ് പറയുന്നത് കേട്ട് ഭയഭക്തി ബഹുമാനങ്ങളോടെ നടന്നില്ലെന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള ശാപങ്ങളും വരാൻ ചാൻസ് ഉണ്ട്. और 61 में ऐसे लिखा है, और जितने रोग आदि दंड इस व्यवस्था की पुस्तक में नहीं लिखे हैं उन सबों को भी यहोवा तुझको यहाँ तक लगा देगा कि तेरा सत्यानाश हो जाएगा. मतलब बाइबल कहता है कि जो रोग बाइबल में नहीं लिखे हैं वो रोग भी तेरे ऊपर आएंगे और तुझे खत्म करेगा, तुझे नाश कर देगा, तुझे सत्यानाश कर देगा. जैसे कोरोना के बारे में बाइबल में नहीं लिखा, और ऐसे रोग आके आपको खत्म कर सकते हैं जब आप परमेश्वर के अगेंस्ट कार्य करते हैं, उसके वचन के, उसके विधियों के अगेंस्ट जाके आप कार्य करते हैं. ഇനിയുള്ള വരുന്ന എപ്പിസോഡുകൾ, ഇനി അടുത്ത 2 എപ്പിസോഡുകളോട് വരുന്നുണ്ട്. അതിൽ ഏറ്റവും ലാസ്റ്റ് എപ്പിസോഡിലായിരിക്കും. അത് അടുത്തതാണോ അടുത്തതിന്റെ അടുത്താണോ എന്ന് എനിക്കറിയത്തില്ല. നമ്മൾ പ്രാർത്ഥിക്കും, നിങ്ങളെ ശാപങ്ങളിൽ നിന്ന് വിടുതലിന് വേണ്ടി ഞാനൊരു സമയമെടുത്ത് പ്രാർത്ഥിക്കുന്നതായിരിക്കും. എപ്പിസോഡുകൾ മിസ് ചെയ്യരുത്. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ ജീവിതം യേശുവിൽ നിറഞ്ഞ് അഭിഷേകം നിറഞ്ഞ ജീവിതമായിരിക്കട്ടെ. और अगले 2 एपिसोड, मेरे को नहीं पता कि अगले 2 एपिसोड में कौन से एपिसोड में, पर एक एपिसोड में मैं आपके हर एक श्रापों के लिए प्रार्थना करूंगा, उसके अगेंस्ट हम प्रार्थना करेंगे. तो मिस मत कीजिएगा और जरूर एपिसोड्स को देखिएगा. ब्लेसिंग्स और कर्सेस के बारे में सुनिए, सीखिए, पढ़िए और जानिए कि जब परमेश्वर के पीछे हम चलते हैं, उसके मार्गों पे हम चलते हैं, तो परमेश्वर आशीषों से हमें भरता है. आमीन. प्रेज द लॉर्ड. बहुत अच्छा, खाने के लिए धन्यवाद. पिछले साल से खाना दे रहे हो, खाना बहुत अच्छा है, इसलिए आपका धन्यवाद. खाने के लिए धन्यवाद. थैंक यू. ये जितने भी फोटोज़ और वीडियोज़ आपने देखे, ये जीसस किचन का एक छोटा सा क्लिप था, ये अपडेट करने के लिए कि जीसस किचन में क्या होता है. और एक बार फिर मैं जीसस किचन की ओर से, पूरी टीम की तरफ से आपको धन्यवाद कहना चाहती हूँ कि आप जीसस किचन के साथ अड़े और खड़े रहे. आपके योगदान के द्वारा इस महीने, जो लास्ट जो महीना गया है, उसमें हमने बिस्किट्स दिए, हमने आइसक्रीम्स दिया, और हमने थोड़ा राशन, जो खाने का जो मेन्यू है उसको भी थोड़ा सा चेंज किया. और थैंक यू, आप सब ने सपोर्ट किया जीसस किचन के लिए. और मैं आपसे एक चीज़
चीज़ और कहना चाहती हूँ, जब आपके घर में कोई भी बर्थडेज होता है या एनिवर्सरीज होता है, आप जीसस किचन के साथ आके मना सकते हैं। आपने स्वीट्स खरीद के दे दिया, आपने बिस्किट्स खरीद के दे दिया, या आपने उस दिन का राशन, उस दिन का जो फूड है आप अपनी तरफ से भी स्पॉन्सर कर सकते हैं। क्योंकि बहुत सारे लोग हमें कॉल करके पूछते हैं क्या हम कर सकते हैं, तो प्लीज़ आगे आके आप कर सकते हैं। वो एक दिन का खाना आप अपने परिवार की तरफ से भी आप स्पॉन्सर कर सकते हैं। और हम धन्यवाद कहना चाहते हैं एक बार फिर, भूलिएगा मत अपने बर्थडेज को, अपने एनिवर्सरीज को जीसस किचन के साथ मनाइए। उन बच्चों के साथ मना सकते हैं जिनके मुंह पे आप वो मुस्कुराहट आपके मुंह आपको दिखाई देगा, और वो मुस्कुराहट जो आप देखेंगे वो मुस्कुराहट कोई भी चीज़ उसके मुकाबले नहीं है। तो ज़रूर अपने बर्थडेज और एनिवर्सरीज जीसस किचन के साथ बनाइए। और एक बार एक चीज़ और मैं आपको बताना चाहती हूँ या रिक्वेस्ट करना चाहती हूँ, जब आप अपने घर का राशन खरीदते हैं तो जीसस किचन को याद रखिएगा। जब आप दाल चावल मसाले खरीदते हैं तो जीसस किचन के लिए भी आप कुछ खरीद सकते हैं। मेरा विश्वास है जैसे आप जीसस किचन के साथ अड़े और खड़े रहे हैं लास्ट थ्रू आउट 1 ईयर, आपने एक बार स्पॉन्सर किया, एक बार आपने हेल्प किया, परमेश्वर का प्रतिफल, जो प्रतिफल है वो परमेश्वर की ओर से आता है। और मेरा विश्वास है कि परमेश्वर आपको कभी भी गिरने नहीं देगा। उसका प्रतिफल आपके जीवन में, आपके बच्चों के जीवन में आएगा। थैंक यू एंड गॉड ब्लेस यू। പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ജീസസ് കിച്ചൻ്റെ ഒരു ചെറിയ അപ്ഡേറ്റ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് തരാൻ താല്പര്യപ്പെടുന്നു. നിങ്ങൾ ആദ്യമായിട്ടാണോ കാണുന്നത്? ജീസസ് കിച്ചൻ ഞങ്ങളുടെ ചർച്ചിൻ്റെ ചാരിറ്റി വിങ് ലാസ്റ്റ് ഇയറിൽ 2020 ഏപ്രിലിൽ ലോക്ക്ഡൗൺ സമയത്ത് കർത്താവിൻ്റെ നിർദ്ദേശപ്രകാരം ഞങ്ങൾ ആളുകൾക്ക് ആഹാരം കൊടുക്കാൻ തുടങ്ങി. 250-300 പേർക്കടുത്ത് ഇന്നും ജീസസ് കിച്ചൻ ആഹാരം കൊടുക്കുന്നുണ്ട്. ഹോസ്പിറ്റലുകളിൽ, ICUകളിൽ, സ്ലമ്മുകളിൽ, അടുത്തുള്ള പല പല ഏരിയകളിൽ പോയി ഞങ്ങൾ ആഹാരം കൊടുക്കുന്നു. അതെങ്ങനെ ചെയ്യാൻ വരുന്നു? കർത്താവിൻ്റെ ഇൻസ്ട്രക്ഷനാണ് നിങ്ങൾ ചെയ്യുക. നമ്മുടെ വചനത്തിൽ എഴുതിയിട്ടുണ്ട്, നിങ്ങളൊരു ബാങ്ക്വറ്റിൽ ഒരാളെ വിളിക്കുന്ന സമയത്ത്, ഒരു പാർട്ടിയിൽ വിളിക്കുന്ന സമയത്ത് നിങ്ങളെ അനുഗ്രഹം തരാൻ പറ്റാത്തവരെ വിളിക്കുക. കാരണം കർത്താവ് നമുക്ക് പബ്ലിക്കലായി റിവാർഡ് ചെയ്യും. അതാണ് ഞങ്ങളുടെ പ്രോമിസ് വേഴ്സ് കർത്താവിൻ്റെ. ജീസസ് കിച്ചനെ കുറിച്ചുള്ള അപ്ഡേറ്റുകൾ ഇന്ന് സ്ലമ്മുകളിൽ പോകുന്നു, പലയിടത്തും കൊടുക്കുന്നു. അത് ഞങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് നിങ്ങളെപ്പോലെ കർത്താവിൽ വിശ്വസിക്കുന്ന, ചാരിറ്റി ചെയ്യാൻ താല്പര്യമുള്ള, നോർത്ത് ഇന്ത്യ അനുഗ്രഹിക്കാൻ താല്പര്യമുള്ള പല ഉദാരമതികളും യേശുവിൻ്റെ നാമത്തിൽ അതിനുവേണ്ടി വിതയ്ക്കുന്നത് കാരണം ഞാൻ നിങ്ങളോട് റിക്വസ്റ്റ് ചെയ്യുന്നു. ഈ സമയത്ത് നോർത്ത് ഇന്ത്യ വളരെ കോവിഡിൻ്റെ പ്രശ്നങ്ങളിൽ കൂടെ പോകുന്നു. പലരും മെഡിസിൻ കിറ്റുകൾ കൊടുക്കുന്നു, പല പല കാര്യങ്ങൾ ചെയ്യുന്നു. ഞങ്ങൾ ഞങ്ങളുടെ ചർച്ചിനെ കൊണ്ട് പറ്റുന്നതെല്ലാം ചെയ്യുന്നു. നിങ്ങളും കൂടെ ഞങ്ങളുടെ കൂടെ പാർട്ണറായി നിന്ന് നമുക്ക് ഒരുമിച്ച് കർത്താവിൻ്റെ സുവിശേഷത്തിന് വേണ്ടി, കർത്താവിൻ്റെ ദൈവരാജ്യത്തിൻ്റെ പേരിൽ നോർത്ത് ഇന്ത്യയിൽ നമുക്ക് വാരി വിതയ്ക്കാം. നിങ്ങൾ നിങ്ങളുടെ ചർച്ചിൽ ദശാംശം കൊടുക്കുന്നതിൻ്റെ കൂടെ 1-2% നിങ്ങളെ കൊണ്ട് പറ്റുന്നത് 500 രൂപയോ 5000-ഓ 5 ലക്ഷമോ എനിക്കറിയത്തില്ല. കർത്താവ് നിങ്ങളോട് സംസാരിക്കുന്നത് ഈ വർക്കിലേക്ക് വേണ്ടി വിതയ്ക്കുക. കർത്താവിൻ്റെ വചനം നോർത്ത് ഇന്ത്യ അറിയട്ടെ, കർത്താവിൻ്റെ സ്നേഹം നോർത്ത് ഇന്ത്യ അറിയട്ടെ. ഞാൻ ഹൈന്ദവ കുടുംബത്തിൽ നിന്ന് വന്ന ഞാൻ രക്ഷിക്കപ്പെട്ടത് നോർത്ത് ഇന്ത്യയിലുള്ള ഇവിടെയുള്ള ഒരു അസംബ്ലീസ് ഓഫ് ഗോഡ് ചർച്ചിൽ കൂടാണ്. അതുകൊണ്ട് നിങ്ങൾ അയക്കുന്നില്ലെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് എങ്ങനെ പോകാൻ പറ്റും? കർത്താവിനെ കുറിച്ച് അറിയാൻ, കർത്താവിൻ്റെ വചനങ്ങളെക്കുറിച്ച് പറയാൻ, കർത്താവിൻ്റെ സ്നേഹം ആഹാരത്തിൽ കൂടെ, മറ്റു ചാരിറ്റി വർക്കുകളിൽ കൂടെ കാണിക്കാൻ ഞങ്ങളെ കൊണ്ട് പറ്റും. നമുക്ക് ഒരുമിച്ച് നിന്ന് ചെയ്യാം. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ താല്പര്യപ്പെടും. എൻ്റെ കർത്താവേ, ദൈവമേ, യേശുവേ, ഈ സമയത്ത് ജീസസ് കിച്ചന് വേണ്ടിയ ചാരിറ്റിക്ക് വേണ്ടിയിട്ട്, കർത്താവിൻ്റെ സുവിശേഷത്തിന് വേണ്ടിയിട്ട്, നോർത്ത് ഇന്ത്യയിലേക്ക് വേണ്ടി വാരി വിതയ്ക്കുന്ന എല്ലാ കുടുംബങ്ങളെയും ഞാൻ അങ്ങയുടെ കൈകളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ അനുഗ്രഹിക്കണമേ, വലിയ വലിയ കാര്യങ്ങൾക്ക് വേണ്ടി അവരെ ഉപയോഗിക്കണമേ. അപ്പാ, എൻ്റെ നാഥ, അവർ ചെയ്യുന്ന എല്ലാ നല്ല കാര്യങ്ങളും ഓർത്തു വച്ച് അവർക്ക് അങ്ങയുടെ സ്വർഗീയ ട്രഷറിയിൽ നിന്ന്, സ്വർഗീയ ഭണ്ഡാരങ്ങളിൽ നിന്ന് അങ്ങ് അവരെ അനുഗ്രഹിക്കണമേ. നന്ദി അപ്പാ, എന്നോട് കൂടെ ഇരിക്കുന്നതിനും ഞങ്ങളുടെ പ്രാർത്ഥനകൾ കേൾക്കുന്നതിനും. യേശുവിൻ്റെ നാമത്തിൽ തന്നെ പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും അങ്ങയുടെ നാമത്തിൽ തന്നെ അനുഗ്രഹിക്കുന്നു. ആമേൻ. ബായ്. പ്രൈസ് ദി ലോർഡ്. കുറച്ച് ഡീറ്റെയിൽസ് കൂടെ ഉണ്ട്. എല്ലാ കാര്യങ്ങളും ഞങ്ങളുടെ പ്രസന്റേഷനിൽ കൂടെ നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നതായിരിക്കും. ബായ്. പ്രൈസ് ദി ലോർഡ്.